VC അഭിലാഷ് അദ്ദേഹം ജൂറി അംഗം കൂടിയായിരുന്നു. ശ്രീ VC അഭിലാഷ്, ഈ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പല കോണുകളിൽ നിന്ന്. അതിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ആ പുരസ്കാരങ്ങൾക്കെല്ലാം ആ സിനിമ മാത്രമായിരുന്നോ അർഹമായത് എന്ന സംശയം ഉയരുന്നുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ പോലെയുള്ള ഒരു ചിത്രം, അത് വലിയ തോതിൽ സംസ്ഥാന സർക്കാർ പോലും ആ ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചു പോയതാണ്. അതായത് ഈ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ എന്ന ഒരു രീതി ഇനി ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ കണ്ടെത്താനോ അല്ലെങ്കിൽ കാണാതെ പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇതിനെ അനാവശ്യ വിവാദമായി കണക്കാക്കാൻ പറ്റുമോ ശ്രീ VC അഭിലാഷ്? ഒന്നാമതായിട്ട് ഞാൻ പ്രാഥമിക ജൂറി അംഗമായിരുന്നു. ഞങ്ങൾക്ക് പ്രാഥമിക ജൂറി അംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മുന്നിൽ വന്ന സിനിമകളിൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ്. അപ്പോ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പെർഫോമൻസ് മികച്ചതാണ്, അത് പിന്നെ അവസാന റൗണ്ടിൽ അവാർഡിനായിട്ട് പരിഗണിക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കത് നിർദ്ദേശിക്കാം എന്നുള്ളതല്ലാതെ അത് തന്നെ അക്കാദമി ആവശ്യപ്പെട്ടിട്ടല്ല. അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാതെ പൂർണ്ണമായും തീരുമാനം ഫൈനൽ റൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ചിത്രങ്ങൾക്ക് പുറത്തുള്ള ചിത്രങ്ങളും ഫൈനൽ റൗണ്ടിൽ വരുമോ? ഇല്ല. ഫൈനൽ റൗണ്ടിൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഇത്തവണ 128 സിനിമകളാണ് അപേക്ഷയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ 2 കമ്മിറ്റികളായി വിഭജിച്ച് 64 സിനിമകൾ വീതമായിട്ടാണ് അത് വിഭജിച്ചാണ് ഞങ്ങൾ സിനിമകൾ കണ്ടത്. അപ്പൊ ഈ 64 സിനിമകൾ ഒരു 64 സിനിമകൾ ഞങ്ങൾ കണ്ടു, മറ്റൊരു കമ്മിറ്റി 64 സിനിമകൾ കണ്ടു. ഞങ്ങൾ അതിൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്ക് നിശ്ചിതമായൊരു പിന്നെ ഇത്ര ശതമാനം വരെ മാക്സിമം എന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഫൈനൽ റൗണ്ടിലേക്ക് കയറാനെന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ചത് മറ്റൊരു ബാഹ്യ സമ്മർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ കൃത്യമായ ഞങ്ങളുടെ വിലയിരുത്തലിൽ നല്ല രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ സിനിമകൾ ഫൈനൽ റൗണ്ടിലേക്ക് പോയത്. ഇനി ഫൈനൽ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ റൗണ്ടിലുള്ള ആളുകൾക്ക്, അവർക്ക് ആ ജൂറിയിലുള്ളവർക്ക് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സിനിമയെ അവർക്ക് റീകോൾ ചെയ്യണമെങ്കിൽ, ഫൈനൽ റൗണ്ടിൽ വരാത്ത ഏതെങ്കിലും സിനിമകൾ റീകോൾ ചെയ്യണമെങ്കിൽ അവർക്കാകാം. പക്ഷെ ഏറെക്കുറെ എന്റെ അഭിപ്രായത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് പോകേണ്ടുന്നതായ സിനിമകൾ തന്നെയാണ് പോയിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അത്രയും ഞങ്ങൾ ഇത് എന്താ അറിയോ, ഇതിനകത്ത് ഈ ഓരോ വ്യക്തികളെയും ഇപ്പൊ തന്നെ എന്റെ കമ്മിറ്റിയില് പ്രാഥമിക എന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ സംവിധായകൻ ജിബു ജേക്കബ് ആയിരുന്നു. ഈ ജിബു ചേട്ടനെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആളാണ്. ഈ ജിബു ചേട്ടനെ ഒഴികെ എന്റെ കമ്മിറ്റിയിൽ വന്ന പൂനെയിൽ നിന്ന് വന്ന രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെയോ അല്ലെങ്കിൽ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ഷംഷാദ് എന്ന് പറയുന്ന മേഡത്തിനെയോ എനിക്ക് മുൻപരിചയമില്ല. അതുപോലെ മറ്റേ സബ് കമ്മിറ്റിയിലുള്ളവരും എല്ലാവരും പരസ്പരം അങ്ങനെ പരിചയമുള്ളവരായിരുന്നില്ല. അപ്പോ എന്തെങ്കിലും ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു അങ്ങനെ ഒന്നുമല്ല. ഇത് കൃത്യമായ ചർച്ചകൾ നടത്തിയിട്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോ ഇവിടെ കുട്ടികളുടെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം എന്റെ സിനിമ എ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമ കുട്ടികളുടെ സിനിമയായിരുന്നില്ല. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു ആ സിനിമയിലെ അഭിനയത്തിന് ഒരു കുട്ടിക്ക്, അതിൽ പ്രധാന വേഷം ചെയ്ത ഡാവിഞ്ചി എന്ന് പറയുന്ന കുട്ടിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടും. ആ കുട്ടിയുടെ പെർഫോമൻസിനപ്പുറത്തേക്ക് അക്കൊല്ലം ഇറങ്ങിയ മറ്റെല്ലാ സിനിമകളും ഞാൻ കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു ആ കുട്ടിക്ക് കിട്ടുമെന്ന്. പക്ഷെ അവന് കിട്ടിയില്ല എന്ന് കരുതി ഞാൻ പ്രതിഷേധിക്കാനോ പോയില്ല. അതിന് കാരണം ഒരു ജൂറിയുടെ തീരുമാനമാണ്. പിന്നെ ഇതിനൊക്കെ മുമ്പ് എന്റെ മറ്റു സിനിമകൾ ഞാൻ ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനും അല്ലെങ്കിൽ ജൂറിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ഈ ജൂറിയുടെ അധ്യക്ഷൻ പ്രകാശ് രാജ് ആയിരുന്നു. ആ ജൂറിയുടെ അധ്യക്ഷനായ ആൾ ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ വളരെ കൃത്യമായി ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് മമ്മൂട്ടിയെ സംബന്ധിച്ചാണ്. മമ്മൂട്ടിയെ പോലെ ഒരാളെ ദേശീയ സിനിമ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചു. പൈൽസിനും ഒക്കെയാണ് ദേശീയ സിനിമകളിൽ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതുപോലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം കൂടി ഈ പുരസ്കാര പ്രഖ്യാപനത്തിനും ഉണ്ടായോ എന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത്. ഒരു എന്റെ അറിവിൽ, ഞാൻ പ്രാഥമിക ജൂറി അംഗമാണെന്ന് ഞാൻ അതുവേ പറഞ്ഞു. പക്ഷേ ഫൈനൽ ജൂറിയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം, എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു തരത്തിലും
ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് തീരുമാനം പിന്നെ ഇപ്പൊ ഞാൻ ആ ചലച്ചിത്ര അക്കാദമിയുടെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങൾ കുറേ ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചതാണ്. ഈ അക്കാദമി അംഗങ്ങളോ അല്ലെങ്കിൽ എത്രയോ തവണ അവരെ കാണുന്നു, അവരാരും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനോ ഒന്നിനും ഇടപെട്ടിട്ടില്ല. അല്ല, തീർച്ചയായും. പക്ഷേ ഇവിടെ ഇതാ ഈ പുരസ്കാര വിതരണം വരുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ നിരവധിയായി പുരസ്കാരങ്ങൾ നേടുന്നു. അത് വലിയ തോതിൽ തിയേറ്ററിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ പുരസ്കാരത്തിന്റെ പട്ടിക നോക്കുമ്പോൾ ഈ മട്ടിലുള്ള പുരസ്കാരങ്ങൾക്ക് ആണോ ആ സിനിമ അർഹമായിട്ടുള്ളത് എന്ന ചോദ്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ 2024 സിനിമകളിൽ വേടനെ പോലെ ഒരാൾക്ക് അല്ലാതെ ഗാനരചയിതാവ് എന്ന നിലയിൽ മറ്റൊരാൾക്ക് പുരസ്കാരം നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന സംശയം ഉയരുന്നു. അവിടെയാണ് ഈ രാഷ്ട്രീയം, ജാതിയും മതം ഒക്കെ കൂടിയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പുരസ്കാര പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത് എന്ന വിമർശനം ഉയരുന്നത്. നോക്കൂ, ഈ ഫൈനൽ ജൂറി എടുത്തിരിക്കുന്ന എല്ലാ അവാർഡ് തീരുമാനങ്ങളോടും യോജിപ്പ് എനിക്കുണ്ടാവണമെന്നില്ല. പക്ഷേ പ്രാഥമിക ജൂറിയിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ ഫൈനൽ ജൂറി എടുത്ത എല്ലാ തീരുമാനത്തെയും ഞാൻ അംഗീകരിക്കുന്നു. കാരണം നിങ്ങളിപ്പോ ചാനലിൽ ഇരുന്നിട്ട് മഞ്ഞുമ്മൽ ബോയ്സിന് ഇത് അർഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ടീമിനെ നിങ്ങൾ അവഹേളിക്കുകയാണ്. ഇതൊരു ജൂറി തീരുമാനമാണ്. നിങ്ങൾ ജൂറി, അങ്ങനെ ഒരു ജൂറി അവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് പുരസ്കാരം നൽകാത്ത സിനിമകളെല്ലാം ജൂറി അപമാനിക്കുകയാണ് ചെയ്തത്. അല്ല, പുരസ്കാരം സ്വീകരിക്കാത്ത താങ്കൾ അങ്ങനെ അപമാനമൊന്നുമല്ല, ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഈ സിനിമയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് താങ്കളോട് പറയേണ്ടി വന്നത്. അപ്പോൾ 128 സിനിമ വരുമ്പോൾ മറ്റു സിനിമകളെ അപമാനിച്ചതാണോ? അപമാനിക്കുക തന്നെയാണ്. എനിക്ക് എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ എന്റെ ഉത്തരം താങ്കൾ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കും പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് തന്നെയാണല്ലോ ജനാധിപത്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ. എന്താണ് ഞാൻ പറയാൻ വന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ. നിങ്ങൾ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കാം. ഈ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രതിഭകളായിട്ടുള്ള ആളുകളോട് ഇവരാരെങ്കിലും ഒരാളെങ്കിലും ഈ ചലച്ചിത്ര അക്കാദമിയിൽ വിളിച്ച് അവാർഡ് വാങ്ങിച്ചതാണോ? അല്ലല്ലോ. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു ജൂറിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവാർഡ്. ഈ ആ അവാർഡ് കിട്ടിയ ആൾക്കാരെ നിങ്ങൾ ഇത്രയും അവാർഡ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ നിങ്ങൾ അവാർഡ് കിട്ടിയ ആൾക്കാരെ അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ജൂറിയുടെ അധ്യക്ഷൻ നടത്തിയത് അപമാന പരാമർശമല്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഫൈൽസിനുമാണ് അവാർഡ് ലഭിക്കുന്നത് എന്ന് പറയുന്ന അധ്യക്ഷന്റെ അപമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമതായിട്ട് അല്ല, അദ്ദേഹം അപമാനിച്ചോ ഇല്ലയോ? വി സി അഭിലാഷ്, അദ്ദേഹം അപമാനിച്ചോ ഇല്ലയോ? ആദ്യം നിങ്ങൾ അതിപ്പോ താങ്കൾ പറഞ്ഞു പോകണമല്ലോ. ജനാധിപത്യത്തെ കുറിച്ചും താങ്കൾ ഈ അപമാനത്തെ കുറിച്ചും പറയുമ്പോൾ ഞാനിപ്പോ വിളിച്ച് സംസാരിക്കുന്ന റേഡിയോയിലൊക്കെയാണോ? അല്ല, താങ്കൾ പറയൂ. ഇതൊരു സംഭാഷണവും ചർച്ചയുമാണല്ലോ, അല്ലാതെ വൺ വേർഡ് ആയിട്ടല്ലല്ലോ പോകേണ്ടത്. സംഭാഷണവും ചർച്ചയിൽ എന്നോട് അഭിപ്രായം ചോദിച്ചു. താങ്കളുടെ അഭിപ്രായമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നു മഞ്ഞുമ്മൽ ബോയ്സിനെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞു. ശരി, താങ്കൾ അത് പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു. എന്റെ തിരിച്ചുള്ള ചോദ്യം, പ്രകാശ് രാജ് അപ്പോൾ ഈ കേരള ഫൈൽസ് പോലെയുള്ള സിനിമകളെ അപമാനിച്ചോ? അല്ല, ഞാൻ അതിൽ ഉത്തരം പറയണമെങ്കിൽ ആദ്യം എന്റെ ചോദ്യത്തിലുള്ള എന്റെ ഉത്തരം പൂർത്തീകരിക്കണം. അല്ല, നിങ്ങൾ ചാടിക്കയറി ഇടയിൽ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളാണേ. പറയൂ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവാർഡ് കിട്ടിയ ആൾക്കാർക്ക് ഇത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ ചാനൽ തീർച്ചയായും ആ അവാർഡ് കിട്ടിയ ആളുകളെ അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് മറുചോദ്യം ചോദിക്കുകയാണ്, അപ്പോൾ അവാർഡ് കിട്ടാത്ത ആൾക്കാരെ ചലച്ചിത്ര അക്കാദമി അപമാനിച്ചോ എന്ന്. അതെങ്ങനെ പറയാൻ പറ്റും? ചലച്ചിത്ര അക്കാദമി അവാർഡ് കിട്ടിയ ചിത്രത്തെ കുറിച്ച് പ്രകാശ് രാജ് പറഞ്ഞത് അപമാനിക്കലാണോ? സുഹൃത്തെ, നിങ്ങൾ എന്നെ അങ്ങനെയല്ലല്ലോ താങ്കൾ പറഞ്ഞ യുക്തി അനുസരിച്ച് ഒരു ജൂറി തന്നെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അല്ലേ? ആ ജൂറി തെരഞ്ഞെടുത്ത സിനിമയെ കുറിച്ചാണ് പ്രകാശ് രാജ് അഭിപ്രായം പറഞ്ഞത്. അത് അപമാനിക്കലാണോ എന്ന ലളിതമായ ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അതിന് ഞാൻ മറുപടി പറയാം. ആദ്യം നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണ്ടേ? അത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. പറയൂ. നിങ്ങൾ പറഞ്ഞോളൂ എന്ന് എന്നോട് പറയുകയും പറയാൻ തുടങ്ങുമ്പോൾ ഇടയിൽ കയറുകയും ചെയ്യുന്നു. അത്തരം ഒരു വിചാരണ പരിപാടിക്ക് ഞാൻ തയ്യാറല്ല. ഞാൻ അങ്ങനെ വിചാരണയ്ക്ക് നിന്ന് കൊടുക്കുന്ന ഒരാളല്ല. ദയവായി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. താങ്കൾ പറഞ്ഞുകൊള്ളൂ. ചലച്ചിത്ര അക്കാദമി അവാർഡ് കൊടുത്ത് ഈ ചലച്ചിത്ര അക്കാദമി നിയോഗിച്ച ജൂറി അവാർഡ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ അവരെ ആദരിച്ചു എന്നതുപോലെ തന്നെ അവാർഡ് കിട്ടാത്ത ഒരാളെയും അപമാനിച്ചിട്ടുമില്ല. അവാർഡ് കിട്ടിയില്ല എന്നതുകൊണ്ട് അപമാനിക്കലാവുന്നുമില്ല. അതാണ് നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, അത് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ആ ചോദ്യം?
രണ്ടാമത്തെ ചോദ്യം, ഈ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ ുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മമ്മൂട്ടിയെ പോലെയുള്ള ഒരാളെ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണയ സമിതി അർഹിക്കുന്നില്ല എന്ന പരാമർശം അദ്ദേഹം നടത്തുന്നു. ചലച്ചിത്ര ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഫൈൽസിനും പൈൽസിനും ഒക്കെ അല്ലേ എന്ന് പറയുന്നു. അതിനർത്ഥം ഈ അവാർഡ് ലഭിച്ച സിനിമകളെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത്. അതും അപമാനകരമല്ലേ എന്നുള്ളതാണ്. അദ്ദേഹം അപമാനിക്കുകയല്ലേ ചെയ്തത് ദേശീയ പുരസ്കാര ജൂറിയെയും ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമകളെയും. നിങ്ങൾ പ്രകാശ് രാജിനോട് അതിനെപ്പറ്റി ചോദിച്ചോ? താങ്കൾക്ക് എന്താണ് ഇത് പ്രസ്ഥാനം നടത്തിയതാരാ? പ്രകാശ് രാജല്ലേ? പ്രകാശ് രാജിന് നടത്താനുള്ള സ്വാഭാവികമായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം. അദ്ദേഹത്തിനോട് ചോദിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മറ്റു? അല്ല, ഞാൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു. താങ്കൾ പക്ഷെ പറഞ്ഞത് അവാർഡ് ലഭിച്ച ഒരു സിനിമ അർഹമാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ആ സിനിമയെ അപമാനിക്കലാണ് എന്നാണ്. അതായത് ജൂറി തെരഞ്ഞെടുത്ത ഒരു സിനിമയാണ്, ജൂറി വിലയിരുത്തിയ ഒരു ചിത്രമാണ്, അതിനെ പുരസ്കാരത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അപമാനിക്കലാണ്. ശരി, ഞാൻ താങ്കളുടെ വാദത്തെ അംഗീകരിക്കുന്നു. ഇതുപോലെ തന്നെ ദേശീയ ചലച്ചിത്ര ജൂറി കണ്ടെത്തിയ സിനിമയും പുരസ്കാരങ്ങളുമാണല്ലോ അവർക്ക് നൽകിയത്. അതിനെ പ്രകാശ് രാജ് അപമാനിക്കുന്നതാണോ എന്നുള്ളതാണ് താങ്കളോടുള്ള ചോദ്യം. ഈ ഫയൽസിനും പൈൽസിനും ആണ് അവാർഡ് കൊടുക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ യോജിപ്പല്ലേ ഞാൻ ചോദിച്ചത്, താങ്കളോട് എടുത്തു ചോദിക്കുന്നു. അപ്പോൾ അത് അപമാനിക്കലല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞു അത് എനിക്ക് യോജിപ്പില്ല ആ പ്രസ്താവനയോട്. എന്നാൽ ദേശീയ ചലച്ചിത്ര അവാർഡ് തീരുമാനിക്കുന്ന ഈ അടുത്ത കാലത്ത് തീരുമാനിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ എടുത്തിരിക്കുന്ന നിലപാട് രാജ്യത്തിന്റെ കലാ സാംസ്കാരിക മേഖലയെ പിറകോട്ടടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പിന്നെ മമ്മൂട്ടി എന്ന നടനെ എന്താണ് ദേശീയ ചലച്ചിത്ര അവാർഡ് അവര് അർഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അത് കറക്റ്റ് അല്ലേ? ഇതിനു മുമ്പ് എത്രയോ തവണ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്സ് കൊണ്ട് തന്നെയല്ലേ അത് പോയത്. താങ്കൾ ഈ ചോദിച്ച അതേ ഭാഗത്ത് തന്നെയാണ് ശ്രീ വി സി അഭിലാഷ് മറു ചോദ്യം ചോദിക്കുന്നവരും. അതാണ് തന്നെയാണ് പല സിനിമകളും കണ്ടവർ അത് അവാർഡിന് അർഹപ്പെട്ട സിനിമയല്ലേ എന്ന സംശയം. ഇപ്പോൾ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ട ഒരാൾക്ക് ആ സിനിമ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരത്തിന് അർഹതപ്പെട്ടതല്ലേ എന്ന് മറുചോദ്യം ചോദിക്കാം. അതിനെ അപമാനിക്കലാണ് എന്ന് താങ്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നിടത്താണ് പ്രശ്നം. നിങ്ങളാണ് പറഞ്ഞത് അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞത്. ഞാൻ അപമാനിക്കുകയാണെന്ന് പറഞ്ഞില്ല. ഈ സിനിമകൾ ഇത് മാത്രമാണ് അർഹതയുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത്രയധികം പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുമ്പോൾ ഈ പറഞ്ഞ പാറ്റേണിലുള്ള മുഴുവൻ പുരസ്കാരങ്ങളും അതിനായിരുന്നു ലഭിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കൽ പോലും അത് സിനിമയെ അപമാനിക്കലാണ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈ ചേട്ടൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. അതായത് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ആളുകളെ അവാർഡ് കിട്ടിയ ആൾക്കാർക്ക് ഇത്രയും അവാർഡുകൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനർത്ഥം ആ കിട്ടിയ ആളുകൾ അപമാനിക്കൽ തന്നെയല്ലേ? ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയുന്നു, ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സിനിമകൾ മാത്രമല്ല മത്സരത്തിനായി വന്നിട്ടുള്ളത്. താങ്കൾ 128 സിനിമകൾ എന്ന് പറഞ്ഞു, 64 സിനിമകളെ കുറിച്ച് പറഞ്ഞു. അതിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്കല്ല ഏത് സിനിമയെ സംബന്ധിച്ചിടത്തോളം അവാർഡ് ലഭിക്കുക നൽകുക എന്നത് ജൂറിയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്ത് ഈ സിനിമയല്ല മികച്ചത് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മാത്രമാണോ അവാർഡ് നൽകാൻ സാധിക്കുമായിരുന്നുള്ളൂ, മറ്റ് സിനിമകൾ യോഗ്യതയില്ലേ എന്ന് ചോദിക്കുന്നതിനെ ഞാൻ അപമാനകരമായി കാണുന്നില്ല. അതെന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമായി തന്നെയാണ് കാണുന്നത്. അത് ചോദിക്കുകയും പ്രശ്നം. നിങ്ങൾ ചോദിച്ച രീതിയാണ് പ്രശ്നം. നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് മറ്റ് സിനിമകൾ കൂടി പരിഗണിക്കേണ്ടതായിരുന്നില്ലേ, അല്ലെങ്കിൽ മറ്റ് മേഖലകൾ കൂടി പരിഗണിക്കേണ്ടതായിരുന്നില്ലേ സിനിമകളിൽ? അങ്ങനെ ചോദിക്കണമായിരുന്നു. അല്ലാതെ ഇത്രയും അവാർഡുകൾ ആ സിനിമയ്ക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആ സിനിമയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സംസാരിക്കുന്നത്. സുഹൃത്തെ, ഞാൻ എന്തെങ്കിലും ദിവാസ്വപ്നം കണ്ടുകൊണ്ടല്ല ഞാനിപ്പോ ഈ ചാനലിനോട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കാത്തത് കൊണ്ടൊന്നല്ല. നിങ്ങളൊരു കാര്യം തെറ്റായി ചോദിച്ചു, അതിന് തെറ്റായിട്ട് തന്നെ നിങ്ങൾ പറയുന്നതെന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി ഞാൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ അപമാനിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ തോന്നിയില്ല താങ്കളോട്. അങ്ങനെയെങ്കിൽ താങ്കൾ ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സിലെ സിനിമയെ കുറിച്ച് ചോദിച്ചാൽ അത് അപമാനിക്കലും, അതേസമയം ജൂറി പറഞ്ഞു കഴിഞ്ഞാൽ അത് അപമാനിക്കലാണോ എന്നതിന് താങ്കൾ ആ വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതിനോട് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ജൂറി? എനിക്ക് മനസ്സിലായില്ല. ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമകളെ പ്രകാശ് രാജ് അപമാനിക്കുകയാണോ ചെയ്തത്? ദേശീയ ചലച്ചിത്ര ജൂറിയെയും അപമാനിക്കുകയാണോ ചെയ്തത്? നിങ്ങൾ ശരിക്കും ഈ ദിവാസ്വപ്നം കണ്ട് ശ്രദ്ധിക്കാത്ത നിങ്ങളാണ്. കുറച്ചു മുമ്പ് ഞാൻ എന്താ പറഞ്ഞത്? പ്രകാശ് രാജ് ആ പറഞ്ഞ യോജിപ്പില്ലെന്നല്ലേ?
സുഹൃത്തെ, ഫൈൽസിനുമാണ് അവാർഡ് നൽകുന്നത് എന്ന തലക്കെട്ടിനോട് എനിക്ക്, അല്ലെങ്കിൽ ആ വാചകത്തിനോട് എനിക്ക് യോജിപ്പില്ല. വിയോജിപ്പും അല്ല സാർ, താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നു. അപമാനിക്കലും വിയോജിപ്പും വ്യത്യസ്തമാണല്ലോ. എന്തുകൊണ്ട് അതിനെ അപമാനിക്കലായി താങ്കൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. യോജിക്കുന്നില്ല എന്ന് ശരി. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ KP ശശികല കൂടി ടെലിഫോൺ ലൈനിലുണ്ട്.